രണ്ട് മന്ത്രിമാരെ രാജ്ഭവനിലേക്ക് അയച്ച് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ അനുനയിപ്പിക്കാനുള്ള സർക്കാരിൻ്റെ നീക്കം പൊളിഞ്ഞു പാളീസായി എന്ന് തന്നെ പറയണം. യൂണിവേഴ്സിറ്റികളിലെ വൈസ് ചാൻസലർ നിയമനത്തിൽ സർക്കാരിൻ്റെ താൽപ്പര്യം കൂടി പരിഗണിക്കണമെന്ന അഭ്യർത്ഥനയുമായി രാജ്ഭവനിലെത്തിയ മന്ത്രിമാരായ പി രാജീവിനെയും ആർ ബിന്ദുവിനെയും സമവായത്തിൻ്റെ ഭാഷ വെടിഞ്ഞ് നിർത്തിപ്പൊരിച്ച് പറഞ്ഞയച്ച് ഗവർണർ. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലയിലെ താൽക്കാലിക VC നിയമനം സംബന്ധിച്ച സുപ്രീം കോടതി ഉത്തരവ് സർക്കാരിന് അനുകൂലമാണെന്നും ഗവർണർക്ക് വൻ തിരിച്ചടിയാണെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് പത്രക്കുറിപ്പിറക്കുകയും മന്ത്രിമാർ ഇത് ഏറ്റുപിടിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ സുപ്രീം കോടതി ഉത്തരവ് അനുസരിച്ചുള്ള VC നിയമനങ്ങളാണ് താൻ നടത്തിയതെന്നും സർക്കാരിന് ഇക്കാര്യത്തിൽ എതിർപ്പുണ്ടെങ്കിൽ സുപ്രീം കോടതിയിൽ പോയി പറയാനും ഗവർണർ തുറന്നടിച്ചു. ഉന്നത വിദ്യാഭ്യാസ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഷർമിള മേരി ജോസഫിനെ ഗവർണർ രാജ്ഭവനിലേക്ക് വിളിപ്പിച്ചിട്ടും പോവാൻ സർക്കാർ അനുമതി നൽകിയിരുന്നില്ല. മന്ത്രിമാരെ ഒഴിവാക്കി സെക്രട്ടറിയെ വിളിപ്പിച്ചതായിരുന്നു പ്രകോപനം. എന്നാൽ മന്ത്രിമാർ കാണാനെത്തിയപ്പോൾ തൻ്റെ നിലപാടിൽ ഉറച്ചുനിന്ന ഗവർണർ ഇനി സുപ്രീം കോടതിയിൽ കാണാമെന്ന് മന്ത്രിമാരോട് പറഞ്ഞു. ഇതോടെ ബിന്ദുവും രാജീവും കയ്യും ചുരുട്ടി മടക്കി പോയി എന്നാണ് അറിയുന്നത്. VC നിയമനത്തിൽ സർക്കാർ കൂടുതൽ പ്രതിസന്ധിയിലാകും എന്നുള്ള കാര്യത്തിൽ സംശയമേ വേണ്ട. 2 VCമാരെ നിയമിച്ച നടപടി പുനഃപരിശോധിക്കണമെന്ന ആവശ്യവുമായി എത്രയും മന്ത്രിമാരോട് നിലപാട് കടുപ്പിച്ച് തന്നെയായിരുന്നു ഗവർണറുടെ സംസാരം. സുപ്രീം കോടതി വിധി അനുസരിച്ചാണ് തൻ്റെ നടപടിയെന്നും അതിൽ മാറ്റമില്ല എന്നും ഗവർണർ RV ആർലേക്കർ മന്ത്രിമാരായ പി രാജീവിനോടും ആർ ബിന്ദുവിനോടും വ്യക്തമാക്കി. ഇതോടെ ഗവർണറും സർക്കാരും തമ്മിലുള്ള സമവായം അകലെയായി. സുപ്രീം കോടതി വിധി സർക്കാരിന് അനുകൂലമാണെന്ന് വ്യാഖ്യാനിച്ച മന്ത്രി പി രാജീവിനെ ഗവർണർ തിരുത്തി. സുപ്രീം കോടതി വിധിക്ക് പിന്നാലെ താൻ നിയമോപദേശം തേടിയെന്നും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് താൽക്കാലിക VCമാരെ നിയമിച്ചതെന്നും ഗവർണറും വിശദീകരിച്ചു. തീരുമാനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി നൽകിയ കത്തിനെക്കുറിച്ച് മന്ത്രിമാർ പരാമർശിച്ചെങ്കിലും തീരുമാനത്തിൽ മാറ്റമില്ല എന്നും ഈ മാസം 13-ന് സുപ്രീം കോടതി കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ സ്വീകരിച്ച നടപടികൾ കോടതിയെ അറിയിക്കുമെന്നും ഗവർണർ കടുപ്പിച്ച് നിലപാട് സ്വീകരിച്ചു. ഇതോടെ താൽക്കാലിക VC വിഷയത്തെക്കുറിച്ചുള്ള സംസാരം മന്ത്രിമാർ അവസാനിപ്പിച്ചു. 2 യൂണിവേഴ്സിറ്റികളിലും ഇതോടെ സ്ഥിരം VCമാരെ നിയമിക്കണമെന്ന ആവശ്യം ഇരു മന്ത്രിമാരും ഗവർണറോട് പറഞ്ഞു. ഇത് പിന്നീട് ചട്ടപ്രകാരം ചെയ്യാമെന്ന് ഗവർണർ വ്യക്തമാക്കി. സ്ഥിരം VCമാരെ നിയമിക്കാൻ തടസ്സം സർക്കാരാണെന്ന് ഗവർണർ മന്ത്രിമാരുടെ മുഖത്തു നോക്കി തുറന്നടിച്ചു പറഞ്ഞു. 8 യൂണിവേഴ്സിറ്റികളിൽ VC നിയമനത്തിന് താൻ നിയോഗിച്ച സെർച്ച് കമ്മിറ്റിക്ക് സർക്കാർ ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങി നിലനിൽക്കുകയാണെന്നും അത് നീക്കിയാൽ നിയമനവുമായി മുന്നോട്ടു പോകാമെന്നും ഗവർണർ ചൂണ്ടിക്കാട്ടി. VC നിയമനങ്ങൾ സുപ്രീം കോടതി ഉത്തരവിൻ്റെ ലംഘനമല്ല, അന്തഃസത്തയ്ക്ക് വിരുദ്ധവുമല്ല. അതിനാൽ VC നിയമനങ്ങൾ റദ്ദാക്കേണ്ട കാര്യമില്ല. സുപ്രീം കോടതി ഉത്തരവിൽ സർക്കാരിൻ്റെ പാനലിൽ നിന്ന് VCയെ നിയമിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. നിലവിലെ VCമാരെ പുനർനിയമിക്കാൻ ഗവർണറെ അധികാരപ്പെടുത്തിയിട്ടുമുണ്ട്. മന്ത്രിമാരായ ബിന്ദുവും പി രാജീവും ഗവർണറെ അനുനയിപ്പിക്കാൻ രാജ്ഭവനിലെത്തിയപ്പോൾ യൂണിവേഴ്സിറ്റിയിലെ തർക്കങ്ങൾക്ക് വഴിമരുന്നിട്ട മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും രാജ്ഭവനിലുണ്ടായിരുന്നു. കേരള ഗവർണറായിരിക്കെ സെക്യൂരിറ്റി ഇൻസ്പെക്ടറായിരുന്ന ഉദ്യോഗസ്ഥൻ്റെ മകൻ്റെ വിവാഹത്തിൽ പങ്കെടുക്കാനാണ് ആരിഫ് ഖാൻ എത്തിയത്. എന്നാൽ ആരിഫ് ഖാനുമായി മന്ത്രിമാർ കൂടിക്കാഴ്ച നടത്തിയില്ല. നേരത്തെ കേരള ഗവർണറായിരിക്കെ ആരിഫ് ഖാൻ കേരള സർവകലാശാല വിഷയങ്ങൾ നിരന്തരം സർക്കാരുമായി ഏറ്റുമുട്ടിയിരുന്നു. പിന്നാലെ ഗവർണറായ ആർലേക്കറും ആരിഫ് മുഹമ്മദ് ഖാൻ്റെ അതേ നയം തന്നെയാണ് പിന്തുടരുന്നത് എന്നതാണ് ഇവിടുത്തെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യമെന്ന് പറയുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരിക്കുന്ന സമയത്ത് സർക്കാരും ആരിഫ് മുഹമ്മദ് ഖാനും തമ്മിലുള്ള ഒരു തുറന്ന പോര് നമ്മൾ കണ്ടതാണ്. എന്നാൽ ആർലേക്കർ വന്നപ്പോൾ ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കില്ല. ആർലേക്കർ എന്ന് പറയുന്നത് കറകളഞ്ഞ ഒരു RSS നേതാവായിരുന്നു. അദ്ദേഹം RSSൽ നിന്ന് വളർന്നു വന്ന ഒരാളാണ് അദ്ദേഹം. മുഹമ്മദ് ആരിഫ് ഖാനെ പോലെ അല്ല. ആരിഫ് ഖാൻ കോൺഗ്രസിൽ നിന്ന് നേരെ RSSലോട്ട് വന്ന ആളാണ്. പക്ഷേ ആർലേക്കർ അങ്ങനെയല്ല. പക്ഷേ ഇവിടെയാണ് കാര്യങ്ങൾ തിരിഞ്ഞു മറിഞ്ഞത്. കൃത്യമായി ആർലേക്കർ നിലപാട് വ്യക്തമാക്കി. തുടക്കത്തിൽ തന്നെ മുഖ്യമന്ത്രി വലിയ രീതിയിൽ പിണറായി വിജയൻ ആർലേക്കറെ ചേർത്ത് നിർത്താനുള്ള, അല്ലെങ്കിൽ മകൾക്കത് 8ൻ്റെ പണി കിട്ടും, കാരണം ആർലേക്കറെ ആർലേക്കർക്കെതിരെ ഒരു നിലപാട് സ്വീകരിച്ചാൽ അല്ലെങ്കിൽ ആർലേക്കർക്കെതിരെ തിരിഞ്ഞാൽ
അത് കേന്ദ്രത്തിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾക്കിടയാക്കും. അത് മകൾ വീണ വിജയന് തന്നെ വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും സൃഷ്ടിക്കുന്ന പിണറായി വിജയന് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് മകളുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായാൽ, ഏതെങ്കിലും നടപടികൾ കേന്ദ്രം എടുക്കുമെന്ന് തോന്നിയാൽ അപ്പോൾ തന്നെ ഗവർണറെ അനുനയിപ്പിക്കുന്ന ഒരു നയം പിണറായി വിജയൻ സ്വീകരിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോൾ പിണറായിക്ക് നേരിട്ട് പോയി പറയാൻ നാണക്കേടായതുകൊണ്ടാകും പി രാജീവിനെയും ആർ ബിന്ദുവിനെയും ഗവർണറുടെ അടുത്തേക്ക് വിട്ടുകൊണ്ട് ഒരു സമവായ ചർച്ചയ്ക്ക് VC-മാരെ സ്ഥിരം നിയമിക്കണം, താൽക്കാലികമായിട്ടല്ല സ്ഥിരം നിയമിക്കാൻ ഗവർണർ സഹായിക്കണം, ഗവർണറുടെ സഹായം വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോയത്. പക്ഷേ ആ ഒരു നീക്കത്തിന് ഗവർണർ തയ്യാറാകുമോ എന്നുള്ള കാര്യം ഇപ്പോഴും സംശയമാണ്. കാരണം ഗവർണർ പറയുന്നത്, ഞാൻ എൻ്റെ നിലപാട് സുപ്രീം കോടതി അറിയിക്കും, കാര്യങ്ങൾ ഇനി സുപ്രീം കോടതി തീരുമാനിക്കട്ടെ, തീരുമാനത്തിന് ശേഷം നമുക്ക് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും ആർ ബിന്ദുവിനും പി രാജീവിനും ഏറ്റവും അടി കിട്ടിയത് മുഹമ്മദ് ഖാൻ കൂടി ആ സമയത്ത് രാജ്ഭവനിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തെ കണ്ടില്ല, സംസാരിച്ചില്ല എങ്കിൽ പോലും അദ്ദേഹവുമായും ഇവർക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും പോരുകളും ഉണ്ടായിരുന്നു. അതേ ആരിഫ് മുഹമ്മദ് ഖാൻ രാജ്ഭവനിലുള്ളപ്പോൾ തന്നെ ആർലേക്കറുടെ കാല് പിടിക്കാൻ 2 മന്ത്രിമാരെത്തുന്നു എന്ന് പറയുന്നത് ആർലേക്കറെ സംബന്ധിച്ച് ആരിഫ് മുഹമ്മദ് ഖാനെ സംബന്ധിച്ചും ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാഴ്ചകളാണ് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. എന്തായാലും സർക്കാർ എന്തിനാണ് ഗവർണർമാരോട് ഇങ്ങനെ തുറന്ന പോര് കാണിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് സർക്കാർ ഗവർണർമാരെ ഈ തരത്തിലേക്ക് കാണുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വലിയ രീതിയിൽ ഉയർന്നു കേൾക്കുന്നതാണ്. പക്ഷേ ഇവിടെ സർക്കാർ പറയുന്ന കാര്യങ്ങൾക്ക് തലയാട്ടിക്കൊണ്ട് പേപ്പറുകളിൽ ഒപ്പിട്ട് മാത്രം പോകുന്ന ഒരാളായി മാറിയിരുന്ന ഗവർണർമാർ ഇപ്പോൾ അതൊക്കെ മാറി മറ്റൊരു തലത്തിലേക്ക് കടന്നു. സർക്കാർ കൊണ്ടുവരുന്ന പേപ്പറുകൾ, അതായത് ഭരിക്കുന്ന സർക്കാർ കൊണ്ടുവരുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ അതിൽ ഒപ്പുവയ്ക്കാൻ തയ്യാറാവുന്നുള്ളൂ. ഇല്ലെങ്കിൽ അത് കൃത്യമായി പഠിച്ച് തങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ അത് രാഷ്ട്രപതിയിലേക്ക് വിടുന്ന ഒരു രീതിയിലേക്ക് ഇവിടുത്തെ ഗവർണർമാർ കടക്കുന്നു എന്നുള്ളതാണ് സർക്കാരിനെ ചൊടിപ്പിക്കുന്നത്. ഭരണഘടനയിൽ ഏറ്റവും ഉന്നത പദവിയുള്ള ഭരണഘടനാ തലവനാണ് ഗവർണർ എന്ന് പറയുന്നത്. ആ ഗവർണർക്ക് കൃത്യമായ നിലപാടുകളുണ്ട്, കൃത്യമായ ചട്ടങ്ങളുണ്ട്, നീതികളുണ്ട്. അതനുസരിച്ച് മാത്രമേ ആർലേക്കറെ പോലെയും ആരിഫ് മുഹമ്മദ് ഖാനെ പോലുള്ള ഗവർണർമാർ മുന്നോട്ട് പോകൂ എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ആ വസ്തുത മനസ്സിലാക്കാതെ പിണറായി വിജയനും സംഘവും കുട്ടി സംഘങ്ങളും ഒക്കെ കൂടി ഇറങ്ങിത്തിരിച്ചാലൊന്നും ആരിഫ് മുഹമ്മദ് ഖാനെയോ അല്ലെങ്കിൽ ആർലേക്കറെയോ നിലയ്ക്ക് നിർത്താമെന്നോ നിങ്ങളുടെ വരുതിക്ക് കൊണ്ടുവരാമെന്നോ നോക്കിയാൽ നടക്കാത്ത കാര്യങ്ങളാണ്. കാരണം കേരളത്തിൽ ഇതുവരെ ജനങ്ങൾ അനുഭവിച്ച് വന്ന ഒരു യൂണിവേഴ്സിറ്റികളിൽ SFI കാണിക്കുന്ന അഴിഞ്ഞാട്ടവും SFIയുടെ ഈ ഒരു നിലപാടും ഒക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഈ സമയത്ത് കുട്ടികളെ ജീവിക്കാനോ പഠിക്കാനോ സമ്മതിക്കാത്ത SFIയെ പോലുള്ളവരെ നിലയ്ക്ക് നിർത്താൻ, യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനങ്ങൾ കൃത്യമായ നിലയിലേക്ക് കൊണ്ടുപോകാൻ ഗവർണറുടെ ഇത്തരം നിലപാടുകൾ, ഇത്തരം ചട്ടങ്ങൾ തീർച്ചയായിട്ടും അത് പ്രയോജനപ്പെടുന്നത് തന്നെയാണ്. യൂണിവേഴ്സിറ്റികളെല്ലാം മെച്ചപ്പെട്ട ലെവലിലേക്ക് ഉയർന്നു വരാൻ ഗവർണറുടെ ഇത്തരം നിലപാടുകൾ ഏറ്റവും അനുയോജ്യമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. എന്തായാലും ഗവർണർ തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ പണി കിട്ടുന്നത് സർക്കാരിന് തന്നെയാണ്.